കോടികൾ മുടക്കി AI ഉപയോഗിച്ച് പാളിപ്പോയ പല പടങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊന്നാമത്തത് ഉലകനായകൻ അഭിനയിച്ച ഇന്ത്യൻ 2. രണ്ടാമത്തത് മറ്റാരുമല്ല, ദളപതി അഭിനയിച്ച ദ ഗോട്ട്. ഇതാണ് പ്രധാന പട്ടികയിലുള്ളത്. എന്നാൽ ഈ അടുത്ത് മലയാളത്തിൽ ഇറങ്ങിയ പടമാണ് രേഖാചിത്രം. എല്ലാവർക്കും അറിയുന്ന പോലെ ആസിഫ് അലി അഭിനയിച്ച് വളരെ നല്ലൊരു വിജയം ഉണ്ടാക്കിയ പടമാണ് രേഖാചിത്രം. ഈ രേഖാചിത്രത്തില് മമ്മൂട്ടിയുടെ ചെറുപ്പകാലം കാണിക്കുന്നത് AI ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഈ AI വളരെ നന്നായിട്ടുണ്ടെന്ന് കണ്ട എല്ലാവരും അഭിപ്രായം പറയുകയും അത് നന്നാവാൻ ഉണ്ടായ കാരണം സംവിധായകൻ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു AI എങ്ങനെയൊക്കെ പാളിപ്പോവാം, ഏതൊക്കെ സീൻ ഉപയോഗിച്ച AI പാളിപ്പോവാന്ന് അവർക്ക് ആദ്യം തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള സീനുകൾ പരമാവധി അവര് ഒഴിവാക്കി AIക്ക് അനുയോജ്യമായ രീതിയിലുള്ള സീനുകൾ മാത്രമാണ് അവരെടുത്തത്. അതുകൊണ്ടാണ് ആ രേഖാചിത്രത്തിലത്തെ AI വളരെ നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. എന്നാൽ മറ്റു രണ്ട് സിനിമയ്ക്ക് പറ്റിയത് AI വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റു രണ്ട് സിനിമാക്കാര് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് അവർ AI പാളിപ്പോകാനുള്ള പ്രധാന കാരണം.